നമസ്കാരം. അഴിമതിയുടെ തെളിവുകൾ കേന്ദ്ര സർക്കാർ ഏജൻസി തന്നെ കണ്ടെത്തിയെന്ന ആരോപണം ഉയർന്ന് മാസങ്ങൾ കഴിഞ്ഞിട്ടും അനങ്ങാപ്പാറ നയം കൈക്കൊണ്ടിരുന്ന കേന്ദ്ര സർക്കാർ ഒടുക്കം ഒന്നനങ്ങി തുടങ്ങിയിട്ടുണ്ട്. KMRL കമ്പനിയിൽ നിന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൾ വീണ വിജയൻ മാസപ്പടി വാങ്ങിയെന്ന ആദായ നികുതി വകുപ്പ് ഇൻറ്ററിം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ കണ്ടെത്തൽ വിവാദമായതിനെ തുടർന്നാണ് വീണ വിജയൻ്റെ എക്സാലോജിക് കമ്പനിക്കെതിരെ കേന്ദ്ര സർക്കാർ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത്. എക്സാലോജിക്കിനെതിരായ അന്വേഷണത്തിന് കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയമാണ് ഉത്തരവിട്ടത്. 3 അംഗ സംഘമാണ് കേസിൽ അന്വേഷണം നടത്തുക. 4 മാസത്തിനുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ചെയ്യാത്ത സേവനത്തിന് CMRL എന്ന സ്വകാര്യ കമ്പനിയിൽ നിന്ന് വീണയ്ക്ക് 1.72 കോടി രൂപ ലഭിച്ചുവെന്ന കണ്ടെത്തലിന് പിന്നാലെയാണ് അന്വേഷണം. CMRL, KSIDC എന്നിവയും അന്വേഷണ പരിധിയിലുണ്ട്. 3 കമ്പനികളുടെ ഇടപാടുകൾ വിശദമായി അന്വേഷിക്കുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കർണാടക ഡെപ്യൂട്ടി രജിസ്ട്രാർ ഓഫ് കമ്പനീസ് വരുൺ BS, പോണ്ടിച്ചേരി ROCA ഗോകുൽനാഥ്, ചെന്നൈ ഡെപ്യൂട്ടി ഡയറക്ടർ KM ശങ്കരനാരായണൻ എന്നിവർക്കാണ് അന്വേഷണ ചുമതല. ഇല്ലാത്ത സേവനത്തിൻ്റെ പേരിൽ കൊച്ചിയിലെ CMRL കമ്പനി മുഖ്യമന്ത്രിയുടെ മകളുടെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് സൊല്യൂഷൻസിന് മാസം തോറും പ്രതിഫലം നൽകിയെന്ന ആരോപണമുയർന്ന സാഹചര്യത്തിൽ ഇക്കാര്യത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് PC ജോർജിൻ്റെ മകൻ ഷോൺ ജോർജ് ഉൾപ്പെടെയുള്ളവർ ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരുന്നു. ലാവ്ലിൻ കേസിൽ CBI ഉഴപ്പിയത് കാരണം 40 തവണയോളം മാറ്റിവെച്ചതും മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് നടന്ന സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് എങ്ങുമെത്താതെ പോയതും കൊടകര കുഴൽപ്പണ സംഭവത്തിൽ സംസ്ഥാന സർക്കാർ എടുത്ത കേസ് ഏട്ടിലെ പശുവായതുമൊക്കെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിലുള്ള അന്തർധാരയിൽ അലിഞ്ഞുപോയെന്ന ആക്ഷേപം നിലനിൽക്കുന്നതിനിടെ പ്രഖ്യാപിച്ച അന്വേഷണം കേന്ദ്ര സർക്കാരിൻ്റെ മുഖം രക്ഷിക്കാനുള്ള അഭ്യാസം മാത്രമാണെന്നാണ് പ്രതിപക്ഷം കരുതുന്നത്. ഏതായാലും അന്വേഷണം പ്രഖ്യാപിച്ച സ്ഥിതിക്ക് അതിലൊരു തീരുമാനമുണ്ടാവുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം.